തമ്പുരാനെ, വിശുദ്ധ കുരിശിൻ്റെ അടയാളത്താൽ ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കുക. ഞങ്ങളുടെ തമ്പുരാനെ, പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ആദ്യം മുതൽ ഉണ്ടായിരുന്നതും ഞങ്ങൾ കേട്ടതും സ്വന്തം കണ്ണുകൊണ്ട് കണ്ടതും സൂക്ഷിച്ച് വീക്ഷിച്ചതും കൈകൊണ്ട് സ്പർശിച്ചതുമായ ജീവൻ്റെ വചനത്തെപ്പറ്റി ഞങ്ങൾ അറിയിക്കുന്നു. വിശുദ്ധ യോഹന്നാൻ ശ്ലീഹ എഴുതിയ 1-ാം ലേഖനത്തിൻ്റെ 1-ാം അധ്യായത്തിൻ്റെ 1-ാം തിരുവചനമാണ് നാം വായിച്ചു കേട്ടത്. സക്കറിയ പ്രവാചകന്റെ പുസ്തകത്തിലുള്ള വായന, അധ്യായം 8. ജെറുസലേം പുനരുദ്ധരിക്കപ്പെടും. എനിക്ക് സൈന്യങ്ങളുടെ കർത്താവിൻ്റെ അരുളപ്പാടുണ്ടായി. സൈന്യങ്ങളുടെ കർത്താവ് അരുളി ചെയ്യുന്നു, ഞാൻ സിയോനെ പ്രതി അസഹിഷ്ണുവായിരിക്കുന്നു. അവൾക്ക് വേണ്ടി ക്രോധത്താൽ ജ്വലിക്കുന്നു. കർത്താവ് അരുളി ചെയ്യുന്നു, ഞാൻ സിയോനിലേക്ക് മടങ്ങി വരും. ജെറുസലേമിൻ്റെ മധ്യ വസിക്കും. ജെറുസലേം വിശ്വസ്ത നഗരമെന്നും സൈന്യങ്ങളുടെ കർത്താവിൻ്റെ പർവ്വതം വിശുദ്ധഗിരി എന്നും വിളിക്കപ്പെടും. സൈന്യങ്ങളുടെ കർത്താവ് അരുളി ചെയ്യുന്നു, വൃദ്ധന്മാരും വൃദ്ധകളും പ്രായാധിക്യം മൂലം കയ്യിൽ വടിയുമായി ജെറുസലേമിൻ്റെ തെരുവുകളിൽ വീണ്ടും ഇരിക്കും. കളിച്ചുല്ലസിക്കുന്ന ബാലികാ ബാലന്മാരെ കൊണ്ട് നഗരവീഥികൾ നിറയും. സൈന്യങ്ങളുടെ കർത്താവ് അരുളി ചെയ്യുന്നു, ഇക്കാലത്ത് ജനത്തിൽ അവശേഷിക്കുന്നവർക്ക് അത് അത്ഭുതമായി തോന്നും. എന്നാൽ എനിക്കും അത്ഭുതമായി തോന്നണമോ? സൈന്യങ്ങളുടെ കർത്താവ് ചോദിക്കുന്നു. സൈന്യങ്ങളുടെ കർത്താവ് അരുളി ചെയ്യുന്നു, ഞാൻ എൻ്റെ ജനത്തെ കിഴക്കു നിന്നും പടിഞ്ഞാറ് നിന്നും രക്ഷിക്കും. ഞാൻ അവരെ കൊണ്ടുവന്ന് ജെറുസലേമിൽ പാർപ്പിക്കും. വിശ്വസ്തതയിലും നീതിയിലും അവർ എനിക്ക് ജനവും ഞാൻ അവർക്ക് ദൈവവുമായിരിക്കും. സൈന്യങ്ങളുടെ കർത്താവ് അരുളി ചെയ്യുന്നു, സൈന്യങ്ങളുടെ കർത്താവിൻ്റെ ആലയം നിർമ്മിക്കാൻ അടിസ്ഥാനമിട്ട നാൾ മുതൽ പ്രവാചകന്മാരിലൂടെ കേട്ട വചനം തന്നെ ഇപ്പോൾ ശ്രവിക്കുന്ന നിങ്ങൾ കരുത്താർജിക്കുവിൻ. അക്കാലത്തിന് മുൻപ് മനുഷ്യനും മൃഗത്തിനും കൂലി ലഭിച്ചിരുന്നില്ല. പുറത്തു പോകുന്നവനും അകത്തു വരുന്നവനും ശത്രുവിൽ നിന്ന് സുരക്ഷിതത്വവും ഇല്ലായിരുന്നു. കാരണം ഞാൻ ഓരോരുത്തനെയും സഹോദരൻ്റെ ശത്രുവാക്കി. സൈന്യങ്ങളുടെ കർത്താവ് അരുളി ചെയ്യുന്നു, ഞാനിപ്പോൾ ഈ ജനത്തിൽ അവശേഷിക്കുന്നവരോട് മുൻകാലങ്ങളിലെ പോലെ വർത്തിക്കുകയില്ല. ഞാൻ സമാധാനം വിതയ്ക്കും, മുന്തിരി ഫലം നൽകും, നിലം വിളവ് നൽകും, ആകാശം മഞ്ഞു പൊഴിക്കും. ഈ ജനത്തിൽ അവശേഷിക്കുന്നവർ ഇതെല്ലാം അവകാശമാക്കാൻ ഞാൻ ഇടയാക്കും. യൂദാ ഭവനമേ, ഇസ്രായേൽ ഭവനമേ, നിങ്ങൾ ജനതകളുടെ ഇടയിൽ ശാപമായിരുന്നതുപോലെ ഞാൻ നിങ്ങളെ രക്ഷിച്ച് അനുഗ്രഹമാക്കും. ഭയപ്പെടേണ്ട, കരുത്താർജിക്കുവിൻ. സൈന്യങ്ങളുടെ കർത്താവ് അരുളി ചെയ്യുന്നു, നിങ്ങളുടെ പിതാക്കന്മാർ എന്നെ പ്രകോപിപ്പിച്ചപ്പോൾ ഞാൻ നിങ്ങളെ ശിക്ഷിക്കാൻ തീരുമാനിക്കുകയും അതിന് ഇളവ് വരുത്താതിരിക്കുകയും ചെയ്തതുപോലെ ഈ നാളിൽ ഞാൻ ജെറുസലേമിനും യൂദാ ഭവനത്തിനും നന്മ വരുത്താൻ ഉറച്ചിരിക്കുന്നു. ഭയപ്പെടേണ്ട, സൈന്യങ്ങളുടെ കർത്താവ് അരുളി ചെയ്യുന്നു, ഇതാണ് നിങ്ങൾ ചെയ്യേണ്ടത്. പരസ്പരം സത്യം പറയുക, നഗര കവാടങ്ങളിൽ സത്യസന്ധമായി ന്യായം വിധിക്കുക, അങ്ങനെ സമാധാനം പാലിക്കുക. പരസ്പരം തിന്മ നിരൂപിക്കരുത്, കള്ളസത്യത്തിൽ ഇഷ്ടം തോന്നരുത്. ഞാൻ ഇവ വെറുക്കുന്നു, കർത്താവ് അരുളി ചെയ്യുന്നു. എനിക്ക് സൈന്യങ്ങളുടെ കർത്താവിൻ്റെ അരുളപ്പാടുണ്ടായി. സൈന്യങ്ങളുടെ കർത്താവ് അരുളി ചെയ്യുന്നു, 4, 5, 7, 10 മാസങ്ങളിലെ ഉപവാസം യൂദാ ഭവനത്തിന് സന്തോഷത്തിൻ്റെയും ആഹ്ലാദത്തിൻ്റെയും അവസരവും ആനന്ദോത്സവവും ആയിരിക്കണം. അതുകൊണ്ട് സത്യത്തെയും സമാധാനത്തെയും സ്നേഹിക്കുവിൻ. സൈന്യങ്ങളുടെ കർത്താവ് അരുളി ചെയ്യുന്നു, ജനതകൾ, അനേകം നഗരങ്ങളിലെ നിവാസികൾ ഇനിയും വരും. ഒരു പട്ടണത്തിലെ നിവാസികൾ മറ്റൊന്നിൽ ചെന്ന് പറയും, നമുക്ക് വേഗം ചെന്ന് കർത്താവിൻ്റെ പ്രീതിക്കായി പ്രാർത്ഥിക്കാം. നമുക്ക് സൈന്യങ്ങളുടെ കർത്താവിൻ്റെ സാന്നിധ്യം തേടാം. ഞാൻ പോവുകയാണ്. അനേകം ജനതകളും ശക്തമായ രാജ്യങ്ങളും സൈന്യങ്ങളുടെ കർത്താവിനെ തേടി ജെറുസലേമിലേക്ക് വന്ന് അവിടുത്തെ പ്രീതിക്കായി പ്രാർത്ഥിക്കും. സൈന്യങ്ങളുടെ കർത്താവ് അരുളി ചെയ്യുന്നു, വിവിധ ഭാഷകൾ സംസാരിക്കുന്ന ജനതകളിൽ നിന്ന് 10 പേർ ഒരു യഹൂദൻ്റെ അങ്കിയിൽ പിടിച്ചുകൊണ്ട് പറയും, ഞങ്ങൾ നിന്റെ കൂടെ വരട്ടെ. ദൈവം നിന്നോട് കൂടെയുണ്ടെന്ന് ഞങ്ങൾ കേട്ടിരിക്കുന്നു. സക്കറിയ പ്രവാചകന്റെ പുസ്തകത്തിലുള്ള വായന, അധ്യായം 9. ജനതകൾക്ക് ശിക്ഷ. അരുളപ്പാട്. കർത്താവിൻ്റെ വചനം ഹദ്രാക് ദേശത്തിനെതിരെ പുറപ്പെട്ടിരിക്കുന്നു. അത് ദമാസ്കസിൻ്റെ മേൽ പതിക്കും. ഇസ്രായേലിൻ്റെ ഗോത്രങ്ങളെപ്പോലെ തന്നെ ആരാമിൻ്റെ നഗരങ്ങളും കർത്താവിൻ്റേതാണ്. അതിനോട് ചേർന്ന് കിടക്കുന്ന ഹമാത്തും. കൗശലമേറിയതെങ്കിലും ടൈറും സീദോനും കർത്താവിൻ്റേത് തന്നെ. ടൈർ ഒരു കോട്ട പണിതു, പൊടി പോലെ വെള്ളിയും
തെരുവിലെ ചെളി പോലെ സ്വർണവും കൂന കൂടി. എന്നാൽ കർത്താവ് അവളുടെ സമ്പത്ത് അപഹരിക്കും, അവളുടെ ധനം കടലിലെറിയും, അവളെ അഗ്നി വിഴുങ്ങും. അഷ്കലോൺ അത് കണ്ടു ഭയപ്പെടും, ഗാസ കഠിനവേദനയാൽ പൊളിയും. ആശ തകർന്ന എക്രോണിനും ഇതുതന്നെ സംഭവിക്കും. ഗാസയിൽ രാജാവില്ലാതാകും, അഷ്കലോൺ വിജനമാകും, അഷ്ദോദിൽ ഒരു സങ്കരജാതി പാർക്കും. ഫിലിസ്ത്യരുടെ അഹങ്കാരത്തിന് ഞാൻ അറുതി വരുത്തും, അവർ ഇനിമേൽ രക്തവും മ്ലേച്ഛ മാംസവും ഭക്ഷിക്കുകയില്ല. അവരും നമ്മുടെ ദൈവത്തിൻ്റെ അവശിഷ്ട ജനമാകും. അവർ യൂദയിലെ ഒരു കുലത്തെ പോലെയാകും, എക്രോൺ ജബൂസിനെ പോലെയാകും. വരാനിരിക്കുന്ന രാജാവ്. ആരും കയറി ഇറങ്ങി നടക്കാതിരിക്കാൻ ഞാൻ എൻ്റെ ഭവനത്തിന് ചുറ്റും പാളയമടിച്ച് കാവൽ നിൽക്കും. ഒരു മർദ്ദകനും ഇനി അവരെ കീഴടക്കിയില്ല, എൻ്റെ കണ്ണ് അവരുടെ മേലുണ്ട്. സിയോൻ പുത്രി അതിയായി ആനന്ദിക്കുക, ജെറുസലേം പുത്രി ആർപ്പ് വിളിക്കുക. ഇതാ നിന്റെ രാജാവ് നിന്റെ അടുക്കലേക്ക് വരുന്നു. അവൻ പ്രതാപവാനും ജയശാലിയുമാണ്. അവൻ വിനയാനുതനായി കഴുതക്കുട്ടിയുടെ പുറത്ത് കയറി വരുന്നു. ഞാൻ എഫ്രായിമിൽ നിന്ന് രഥത്തെയും ജെറുസലേമിൽ നിന്ന് പടക്കുതിരയെയും വിച്ഛേദിക്കും. പടവില്ല് ഞാൻ ഒടിക്കും. അവൻ ജനതകൾക്ക് സമാധാനമരുളും. അവൻ്റെ ആധിപത്യം സമുദ്രം മുതൽ സമുദ്രം വരെയും നദി മുതൽ ഭൂമിയുടെ അറ്റം വരെയുമായിരിക്കും. നീയുമായുള്ള എൻ്റെ ഉടമ്പടിയുടെ രക്തനിമിത്തം പ്രവാസികളെ ഞാൻ ജലരഹിതമായ കുഴിയിൽ നിന്ന് സ്വതന്ത്രരാക്കും. പ്രത്യാശയുടെ തടവുകാരെ, നിങ്ങളുടെ രക്ഷാദുർഗത്തിലേക്ക് മടങ്ങിപ്പോകുവിൻ. നിങ്ങൾക്ക് ഇരട്ടി മടക്കിത്തരുമെന്ന് ഞാൻ പ്രഖ്യാപിക്കുന്നു. യൂദായെ ഞാൻ എൻ്റെ വില്ലായി കുലച്ചിരിക്കുന്നു, എഫ്രൈമിനെ അസ്ത്രമായി അതിൽ തൊടുത്തിരിക്കുന്നു. സിയോനെ, നിന്റെ പുത്രന്മാരെ ഞാൻ ഗ്രീസിൻ്റെ പുത്രന്മാരുടെ നേരെ ചുഴറ്റും. നിന്നെ യോദ്ധാവിൻ്റെ വാൾ പോലെ വീശും. കർത്താവ് അവർക്കു മീതെ പ്രത്യക്ഷനാകും. അവിടുത്തെ അസ്ത്രം മിന്നൽ പോലെ പായും. ദൈവമായ കർത്താവ് കാഹളം മുഴക്കുകയും തെക്കൻ ചുഴലിക്കാറ്റുകളിൽ മുന്നേറുകയും ചെയ്യും. സൈന്യങ്ങളുടെ കർത്താവ് അവർക്ക് സംരക്ഷണം നൽകും. അതുകൊണ്ട് അവർ കവിണക്കല്ല് വിഴുങ്ങുകയും ചവിട്ടി മെതിക്കുകയും ചെയ്യും. അവർ വീഞ്ഞെന്ന പോലെ രക്തം കുടിച്ച് കുടമെന്ന പോലെ നിറയും. ബലിപീഠത്തിൻ്റെ കോണുകൾ എന്ന പോലെ കുതിരും. അന്ന് അവരുടെ ദൈവമായ കർത്താവ് തൻ്റെ അജഗണമായ ജനത്തെ രക്ഷിക്കും. അവർ കിരീടത്തിൽ രത്നങ്ങളെന്ന പോലെ അവിടുത്തെ ദേശത്ത് ശോഭിക്കും. അത് എത്ര ശ്രേഷ്ഠവും സുന്ദരവുമായിരിക്കും. അപ്പോൾ ധാന്യം യുവാക്കളെയും പുതുവീഞ്ഞ് യുവതികളെയും പുഷ്ടിപ്പെടുത്തും. സക്കറിയ പ്രവാചകന്റെ പുസ്തകം അധ്യായം 10. രക്ഷയുടെ വാഗ്ദാനം. വസന്തവൃഷ്ടിയുടെ കാലത്ത് കർത്താവിനോട് മഴ ചോദിക്കുവിൻ. മഴക്കാർ അയക്കുന്നതും മഴ പെയ്ച്ച് എല്ലാവർക്കും വേണ്ടി വയലിനെ ഹരിതപൂർണമാക്കുന്നതും കർത്താവാണ്. കുലവിഗ്രഹങ്ങൾ വിഡ്ഢിത്തം പുലമ്പുന്നു, ഭാവി പറയുന്നവർ വ്യാജം ദർശിക്കുന്നു. സ്വപ്നക്കാർ കപട സ്വപ്നങ്ങൾ വിവരിച്ച് പൊള്ളയായ ആശ്വാസം പകരുന്നു. അതുകൊണ്ട് ജനം ഇടയനില്ലാത്ത ആടുകളെപ്പോലെ പീഡനമേറ്റ് അലയുന്നു. ഇടയന്മാരുടെ നേരെ എൻ്റെ കോപം ജ്വലിച്ചിരിക്കുന്നു. നേതാക്കന്മാരെ ഞാൻ ശിക്ഷിക്കും. സൈന്യങ്ങളുടെ കർത്താവ് തൻ്റെ അജഗണത്തെ യൂദാ ഭവനത്തെ പരിപാലിക്കുന്നു. അവിടുന്ന് അവരെ ഉദ്ധതമായ പടക്കുതിരയാക്കും. അവരിൽ നിന്ന് മൂലക്കല്ലും കൂടാരക്കുറ്റിയും പുറപ്പെടും. പടവില്ലും രാജാക്കന്മാരും അവരിൽ നിന്ന് വരും. ശത്രുക്കളെ തെരുവിലെ ചെളിയിൽ ചവിട്ടി അരയ്ക്കുന്ന യുദ്ധവീരന്മാരെ പോലെ ആയിരിക്കും അവർ. കർത്താവ് കൂടെയുള്ളത് കൊണ്ട് അവർ യുദ്ധം ചെയ്ത് കുതിരപ്പടയാളികളെ സംഭ്രാന്തരാക്കും. ഞാൻ യൂദാ ഭവനത്തെ ബലപ്പെടുത്തുകയും ജോസഫിൻ്റെ ഭവനത്തെ രക്ഷിക്കുകയും ചെയ്യും. അവരുടെ മേൽ അലിവ് തോന്നി ഞാൻ അവരെ തിരിച്ചു കൊണ്ടുവരും. ഞാൻ ഒരിക്കലും തിരസ്കരിച്ചിട്ടില്ലാത്തവരെ പോലെ ആയിരിക്കും അവർ. ഞാൻ അവരുടെ ദൈവമായ കർത്താവാണ്. ഞാൻ അവർക്ക് ഉത്തരമരുളും. എഫ്രായിം വീരയോദ്ധാവിനെ പോലെയാകും. വീഞ്ഞു കൊണ്ടെന്ന പോലെ അവരുടെ ഹൃദയം ആനന്ദിക്കും. അവരുടെ മക്കൾ അത് കണ്ട് സന്തോഷിക്കും. അവരുടെ ഹൃദയം കർത്താവിൽ ആഹ്ലാദിച്ചുല്ലസിക്കും. ഞാൻ അവരെ അടയാളം നൽകി ഒരുമിച്ച് കൂട്ടും. ഞാൻ അവരെ വീണ്ടെടുത്തിരിക്കുന്നു. അവർ പണ്ടത്തെ പോലെ അസംഖ്യമാകും. ഞാൻ അവരെ ജനതകളുടെ ഇടയിൽ ചിതറിച്ചെങ്കിലും
വിദൂര ദേശങ്ങളിൽ അവർ എന്നെ അനുസ്മരിക്കും. അവർ മക്കളോടുകൂടെ ജീവിക്കുകയും തിരിച്ചു വരികയും ചെയ്യും. ഞാൻ അവരെ ഈജിപ്തിൽ നിന്ന് തിരിച്ചു കൊണ്ടുവരും. അസീറിയയിൽ നിന്ന് ഞാൻ അവരെ ഒരുമിച്ച് കൂട്ടും. ഞാൻ അവരെ ഗിലെയാദിലേക്കും ലെബനോനിലേക്കും കൊണ്ടുവരും. അവിടെ ഇടമില്ലാതെയാകും. അവർ ഈജിപ്ത് കടലിലൂടെ കടന്നു പോകുമ്പോൾ ഞാൻ ഓളങ്ങളെ അടിക്കും. നൈലിൻ്റെ ആഴങ്ങൾ വറ്റിപ്പോകും. അസീറിയയുടെ അഹങ്കാരം ശമിക്കും. ഈജിപ്തിൻ്റെ ചെങ്കോൽ നീങ്ങിപ്പോകും. ഞാൻ അവരെ കർത്താവിൽ ബലപ്പെടുത്തും. അവർ അവിടുത്തെ നാമത്തിൽ അഭിമാനം കൊള്ളും. കർത്താവ് അരുളിച്ചെയ്യുന്നു. സക്കറിയ പ്രവാചകന്റെ പുസ്തകം അധ്യായം 11. ലബനോനെ, നിന്റെ വാതിലുകൾ തുറക്കുക. അഗ്നി നിന്റെ ദേവദാരുക്കളെ വിഴുങ്ങട്ടെ. സരളവൃക്ഷമേ വിലപിക്കുക. ദേവദാരു നിപതിച്ചു, വിശിഷ്ട വൃക്ഷങ്ങൾ നശിച്ചു. ബാഷാനിലെ കരുവേലകമേ വിലപിക്കുക. നിബിഡ വനങ്ങൾ വെട്ടിവീഴ്ത്തിയിരിക്കുന്നു. ഇതാ ഇടയന്മാർ നിലവിളിക്കുന്നു. അവരുടെ മഹത്വം അപഹരിക്കപ്പെട്ടു. ഇതാ സിംഹങ്ങൾ ഗർജിക്കുന്നു. ജോർദാൻ വനം ശൂന്യമായിരിക്കുന്നു. 2 ഇടയന്മാർ. എൻ്റെ ദൈവമായ കർത്താവ് അരുളി ചെയ്തു, കൊലയ്ക്ക് വിധിക്കപ്പെട്ട ആടുകളുടെ ഇടയനാവുക. വാങ്ങുന്നവർ അവയെ കൊല്ലുന്നു, അവർ ശിക്ഷിക്കപ്പെടുന്നില്ല. അവയെ വിൽക്കുന്നവർ പറയുന്നു, കർത്താവ് വാഴ്ത്തപ്പെടട്ടെ, ഞാൻ ധനികനായി. സ്വന്തം ഇടയന്മാർക്ക് പോലും അവയോട് കരുണയില്ല. കർത്താവ് അരുളി ചെയ്യുന്നു, ദേശത്ത് വസിക്കുന്നവരുടെ മേൽ ഇനി എനിക്ക് കരുണ തോന്നുകയില്ല. ഞാൻ അവരെ ഓരോരുത്തരെയും താങ്കളുടെ ഇടയൻ്റെയും രാജാവിൻ്റെയും പിടിയിൽ അകപ്പെടാൻ ഇടയാക്കും. അവർ ഭൂമിയെ ഞെരിക്കും. അവരുടെ കയ്യിൽ നിന്ന് ഞാൻ ആരെയും രക്ഷിക്കുകയില്ല. ഞാൻ ആടു വ്യാപാരികൾക്ക് വേണ്ടി കൊലയ്ക്ക് വിധിക്കപ്പെട്ടിരുന്ന ആടുകളുടെ ഇടയനായി. ഞാൻ 2 വടിയെടുത്തു. ഒന്നിന് കൃപയെന്നും രണ്ടാമത്തേന് ഐക്യമെന്നും പേരിട്ടു. ഞാൻ ആടുകളെ മേയിച്ചു. 1 മാസത്തിനുള്ളിൽ ഞാൻ 3 ഇടയന്മാരെ ഓടിച്ചു. ഞാൻ അവയെ കൊണ്ട് മടുത്തു. അവയ്ക്ക് എന്നോടും വെറുപ്പായി. ഞാൻ പറഞ്ഞു, ഞാൻ നിങ്ങളുടെ ഇടയനായിരിക്കുകയില്ല. മരിക്കാനുള്ളത് മരിക്കട്ടെ, നശിക്കാനുള്ളത് നശിക്കട്ടെ, ശേഷിക്കുന്നവ പരസ്പരം വിഴുങ്ങട്ടെ. ഞാൻ കൃപ എന്ന വടി എടുത്തൊടിച്ചു. അങ്ങനെ സകല ജനതകളുമായി ചെയ്ത എൻ്റെ ഉടമ്പടി ഞാൻ അസാധുവാക്കി. അന്ന് തന്നെ അത് അസാധുവായി. എന്നെ ശ്രദ്ധിച്ചു കൊണ്ടിരുന്ന ആടുവ്യാപാരികൾ ഇത് കർത്താവിൻ്റെ വചനമാണെന്നറിഞ്ഞു. ഞാൻ അവരോട് പറഞ്ഞു, നിങ്ങൾക്ക് യുക്തമെന്നത് തോന്നുന്നെങ്കിൽ കൂലി തരിക, അല്ലെങ്കിൽ നിങ്ങൾ തന്നെ സൂക്ഷിച്ചു കൊള്ളുക. അവർ എൻ്റെ കൂലിയായി 30 ഷെക്കൽ തൂക്കിത്തന്നു. കർത്താവ് എന്നോട് അരുളി ചെയ്തു, അത് ഭണ്ഡാരത്തിൽ നിക്ഷേപിക്കുക. അവർ എനിക്ക് മതിച്ച നല്ല വില. ഞാൻ ആ 30 ഷെക്കൽ വെള്ളി കർത്താവിൻ്റെ ആലയത്തിലെ ഭണ്ഡാരത്തിലിട്ടു. പിന്നെ ഞാൻ ഐക്യമെന്ന വടിയൊടിച്ചു. ഞാൻ ഇസ്രായേലും യൂദായും തമ്മിലുള്ള സാഹോദര്യം അവസാനിപ്പിച്ചു. കർത്താവ് എന്നോട് കൽപ്പിച്ചു, നീ ഇനി നീചനായ ഒരു ഇടയൻ്റെ വേഷം എടുക്കുക. ഞാൻ ദേശത്തേക്ക് ഒരു ഇടയനെ അയക്കും. അവൻ നശിക്കുന്നവയെ രക്ഷിക്കുകയോ വഴിതെറ്റിപ്പോയവയെ അന്വേഷിക്കുകയോ മുറിവേറ്റവയെ സുഖപ്പെടുത്തുകയോ ആരോഗ്യമുള്ളവയെ പോഷിപ്പിക്കുകയോ ചെയ്യാതെ കൊഴുത്തവയുടെ മാംസം തിന്നുന്നു, കുളമ്പ് പോലും പറിച്ചെടുക്കുന്നു. ആട്ടിൻകൂട്ടത്തെ ഉപേക്ഷിച്ച് കളയുന്ന എൻ്റെ നീചനായ ഇടയന് ദുരിതം. വാൾ അവൻ്റെ കൈ ഛേദിക്കട്ടെ, വലത്ത് കണ്ണ് ചൂഴ്ന്നെടുക്കട്ടെ. അവൻ്റെ കൈ പൂർണ്ണമായി ശോഷിച്ചു പോകട്ടെ, അവൻ്റെ വലത്ത് കണ്ണ് തീർത്തും അന്ധമാകട്ടെ. സക്കറിയ പ്രവാചകന്റെ പുസ്തകത്തിൽ നിന്നുള്ള വായന അധ്യായം 12. ജെറുസലേമിന് വാഗ്ദാനം. അരുളപ്പാട്. ഇസ്രായേലിനെ കുറിച്ചുള്ള കർത്താവിൻ്റെ അരുളപ്പാട്. ആകാശത്തെ വിരിക്കുകയും ഭൂമിയെ സ്ഥാപിക്കുകയും മനുഷ്യൻ്റെ പ്രാണനെ അവൻ്റെ ഉള്ളിൽ നിവേശിപ്പിക്കുകയും ചെയ്ത കർത്താവ് അരുളി ചെയ്യുന്നു, ജെറുസലേമിനെ യൂദായെയും ആക്രമിക്കാൻ വരുന്ന ചുറ്റുമുള്ള ജനതകൾക്ക് ജെറുസലേമിനെ ഞാനൊരു പാനപാത്രമാക്കാൻ പോകുന്നു. അവർ അതിൽ നിന്ന് കുടിച്ചു വേച്ചു വീഴും. അന്ന് ഞാൻ ജെറുസലേമിനെ ഭാരമേറിയ കല്ലാക്കും. അത് പൊക്കുന്നവർക്ക് കഠിനമായ മുറിവേൽക്കും. ഭൂമിയിലെ എല്ലാ ജനങ്ങളും അതിനെതിരെ ഒത്തുചേരും. കർത്താവ് അരുളി ചെയ്യുന്നു, അന്ന് ഞാൻ കുതിരകൾക്ക് പരിഭ്രാന്തിയും കുതിരപ്പടയാളികൾക്ക് ഭ്രാന്തും വരുത്തും. ജനതകളുടെ കുതിരകളെ ഞാൻ അന്തമാക്കുന്ന അന്ന് യൂദാ ഭവനത്തെ ഞാൻ കടാക്ഷിക്കും. യൂദായുടെ കുലങ്ങൾ പറയും, ജെറുസലേം നിവാസികൾക്ക്
തങ്ങളുടെ ദൈവമായ സൈന്യങ്ങളുടെ കർത്താവിൽ നിന്ന് ശക്തി ലഭിക്കുന്നു. അന്ന് ഞാൻ യൂദായുടെ കുലങ്ങളെ വിറകിന് നടുവിലിരിക്കുന്ന ജ്വലിക്കുന്ന കനൽ നിറച്ച ചട്ടി പോലെയും കറ്റകൾക്ക് നടുവിൽ പന്തമെന്ന പോലെയുമാക്കും. അവർ ചുറ്റുമുള്ള ജനതകളെ മുഴുവൻ സംഹരിക്കും. ജെറുസലേമിൽ അപ്പോഴും നിവാസികളുണ്ടായിരിക്കും. ദാവീദ് ഭവനത്തിൻ്റെയും ജെറുസലേം നിവാസികളുടെയും മഹത്വം യൂദായുടെ മേൽ ഉയരാതിരിക്കേണ്ടതിന് കർത്താവ് ആദ്യം യൂദായുടെ നഗരങ്ങൾക്ക് വിജയം നൽകും. അന്ന് ജെറുസലേം നിവാസികളെ പരിച കൊണ്ടും മറിക്കും. അവരുടെ ഇടയിലെ ഏറ്റവും ദുർബലനായവൻ അന്ന് ദാവീദിനെ പോലെയാകും. ദാവീദ് ഭവനം ദൈവത്തെപ്പോലെ, കർത്താവിൻ്റെ ദൂതനെ പോലെ അവരെ നയിക്കും. അന്ന് ഞാൻ ജെറുസലേമിനെതിരെ വരുന്ന സകല ശത്രുക്കളെയും നശിപ്പിക്കും. ഞാൻ ദാവീദ് ഭവനത്തിൻ്റെയും ജെറുസലേം നിവാസികളുടെ മേൽ കൃപയുടെയും പ്രാർത്ഥനയുടെയും ചൈതന്യം പകരും. അപ്പോൾ തങ്ങൾ കുത്തി മുറിവേൽപ്പിച്ചവനെ നോക്കി ഏകജാതനെ പ്രതി എന്ന പോലെ അവർ കരയും. ആദ്യജാതനെ പ്രതി എന്ന പോലെ ദുഃഖത്തോടെ വിലപിക്കും. അന്ന് ഹദ്രിമ്മോനെ പ്രതി മെഗിദോ സമതലത്തിലുണ്ടായ വിലാപം പോലെ ജെറുസലേം വിലപിക്കും. ദേശത്തെ ഓരോ ഭവനവും പ്രത്യേകം പ്രത്യേകം വിലപിക്കും. ദാവീദ് ഭവനവും അവരുടെ സ്ത്രീകളും, നാഥാൻ ഭവനവും അവരുടെ സ്ത്രീകളും, ലേവി ഭവനവും അവരുടെ സ്ത്രീകളും, ഷിമെയി ഭവനവും അവരുടെ സ്ത്രീകളും, മറ്റു ഭവനങ്ങളും അവരുടെ സ്ത്രീകളും പ്രത്യേകം പ്രത്യേകം വിലപിക്കും. സക്രിയ പ്രവാചകന്റെ പുസ്തകത്തിൻ്റെ വായന അധ്യായം 13. വിഗ്രഹാരാധകരും വ്യാജപ്രവാചകന്മാരും. പാപത്തിൽ നിന്നും അശുദ്ധിയിൽ നിന്നും ദാവീദ് ഭവനത്തെയും ജെറുസലേം നിവാസികളെയും കഴുകി വിശുദ്ധീകരിക്കാൻ അന്ന് ഒരു ഉറവ പൊട്ടിപ്പുറപ്പെടും. സൈന്യങ്ങളുടെ കർത്താവ് അരുളി ചെയ്യുന്നു, അന്ന് ഞാൻ വിഗ്രഹങ്ങളുടെ നാമം ദേശത്തു നിന്ന് വിച്ഛേദിക്കും, അവയെ വിസ്മൃതിയിലാഴ്ത്തും. പ്രവാചകന്മാരെയും അശുദ്ധാത്മാവിനെയും ദേശത്തു നിന്ന് ഉന്മൂലനം ചെയ്യും. ഇനി ആരെങ്കിലും പ്രവാചകനെ പ്രത്യക്ഷപ്പെട്ടാൽ അവന് ജന്മം നൽകിയ മാതാപിതാക്കൾ അവനോട് കർത്താവിൻ്റെ നാമത്തിൽ വ്യാജം സംസാരിക്കുന്നതിനാൽ നീ ജീവിച്ചുകൂടാ എന്ന് പറഞ്ഞ് അവൻ പ്രവചിച്ചു കൊണ്ടിരിക്കുമ്പോൾ തന്നെ അവനെ കുത്തിപ്പിളർക്കും. അന്ന് പ്രവചിക്കുന്ന ഓരോ പ്രവാചകനും തൻ്റെ ദർശനത്തെക്കുറിച്ച് ലജ്ജിക്കും. അതുകൊണ്ട് അവർ വഞ്ചിക്കാനായി രോമക്കുപ്പായം ധരിക്കുകയില്ല. അവൻ പറയും, ഞാൻ പ്രവാചകനല്ല, കൃഷിക്കാരനാണ്. ചെറുപ്പം മുതലേ ഭൂമിയാണ് എൻ്റെ സ്വത്ത്. നിന്റെ മുതുകിൽ കാണുന്ന ഈ മുറിവുകൾ എന്ത് എന്ന് ആരെങ്കിലും ചോദിച്ചാൽ അവൻ പറയും, സുഹൃത്തുക്കളുടെ വീട്ടിൽ വെച്ച് എനിക്ക് ഏറ്റ മുറിവുകളാണ്. സൈന്യങ്ങളുടെ കർത്താവ് അരുളി ചെയ്യുന്നു, എൻ്റെ ഇടയനെതിരെ, എന്നോട് ചേർന്ന് നിൽക്കുന്നവനെതിരെ വാളി നീ ഉയരുക, ഇടയനെ വെട്ടുക, ആടുകൾ ചിതറട്ടെ. ദുർബലർക്കെതിരെ ഞാൻ കരമുയർത്തും. കർത്താവ് അരുളി ചെയ്യുന്നു, ദേശവാസികൾ മൂന്നിൽ 2 ഭാഗം നശിപ്പിക്കപ്പെടും, 1/3 ഭാഗം ശേഷിക്കും. ഈ 1/3 ഭാഗത്തെ വെള്ളി എന്ന പോലെ ഞാൻ അഗ്നിശുദ്ധി വരുത്തും, സ്വർണം എന്ന പോലെ മാറ്റു പരിശോധിക്കും. അവർ എൻ്റെ നാമം വിളിച്ചപേക്ഷിക്കും, ഞാൻ അവർക്ക് ഉത്തരമരുളും. അവർ എൻ്റെ ജനമെന്ന് പറയും, കർത്താവ് എൻ്റെ ദൈവമെന്ന് അവരും പറയും. സക്കറിയ പ്രവാചകന്റെ പുസ്തകത്തിനുള്ള വായന അധ്യായം 14. കർത്താവിൻ്റെ ദിനം. ഇതാ കർത്താവിൻ്റെ ദിനം, നിന്നിൽ നിന്ന് എടുത്ത മുതൽ നിന്റെ മുൻപിൽ വെച്ച് തന്നെ പങ്കുവയ്ക്കുന്ന ദിനം വരുന്നു. ഞാൻ സകല ജനതകളെ ഒരുമിച്ച് കൂട്ടി ജെറുസലേമിനെതിരെ യുദ്ധം ചെയ്യാൻ വരുത്തും. അവർ പട്ടണം പിടിച്ചെടുക്കുകയും വീടുകൾ കൊള്ളയടിക്കുകയും സ്ത്രീകളെ അപമാനിക്കുകയും ചെയ്യും. നഗരത്തിൻ്റെ പകുതി പ്രവാസത്തിലേക്ക് പോകും, എന്നാൽ ശേഷിക്കുന്ന ജനത്തെ നഗരത്തിൽ നിന്ന് വിച്ഛേദിക്കുകയില്ല. കർത്താവ് പുറപ്പെട്ട് യുദ്ധത്തിലെന്ന പോലെ ആ ജനതകളോട് പൊരുതും. ജെറുസലേമിന് കിഴക്കുള്ള ഒലിവ് മലയിൽ അന്ന് അവിടുന്ന് നിലയുറപ്പിക്കും. ഒലിവ് മല കിഴക്കു പടിഞ്ഞാറായി നടുവെ പിളർന്ന് നടുക്ക് വലിയ ഒരു താഴ്വരയുണ്ടാകും. മലയുടെ ഒരു പകുതി വടക്കോട്ടും മറ്റേ പകുതി തെക്കോട്ടും നീങ്ങും. എന്നാൽ ഈ താഴ്വര ആസാൽ വരെ എത്തുന്നത് കൊണ്ട് നിങ്ങൾ എൻ്റെ പർവ്വതത്തിൻ്റെ താഴ്വരയിലൂടെ ഓടിപ്പോകും. യൂദാ രാജാവായ ഉസിയയുടെ കാലത്ത് ഭൂകമ്പം ഉണ്ടായപ്പോൾ നിങ്ങൾ ഓടിയതുപോലെ ഇപ്പോൾ ഓടും. നിങ്ങളുടെ ദൈവമായ കർത്താവ് തൻ്റെ എല്ലാ പരിശുദ്ധന്മാരോടും കൂടെ വരും. അന്ന് തണുപ്പോ മഞ്ഞോ ഉണ്ടാവുകയില്ല. അന്ന് തുടർച്ചയായി പകലായിരിക്കും, പകലും രാത്രിയുമല്ല, പകൽ മാത്രം. കാരണം വൈകുന്നേരവും വെളിച്ചമുണ്ടായിരിക്കും,
ഈ ദിനം കർത്താവിന് മാത്രം അറിയാം. അന്ന് ജീവജലം ജെറുസലേമിൽ നിന്ന് പുറപ്പെട്ട പകുതി കിഴക്കേ കടലിലേക്കും പകുതി പടിഞ്ഞാറേ കടലിലേക്കും ഒഴുകും. അത് വേനൽക്കാലത്തും ശീതകാലത്തും ഒഴുകിക്കൊണ്ടിരിക്കും. കർത്താവ് ഭൂമി മുഴുവൻ്റെയും രാജാവായി വാഴും. അന്ന് കർത്താവ് ഒരുവൻ മാത്രമേ ഉണ്ടായിരിക്കുകയുള്ളൂ, അവിടത്തേക്ക് ഒരു നാമം മാത്രവും. ഗേബ മുതൽ ജെറുസലേമിന് തെക്ക് റിമ്മോൻ വരെ ദേശം മുഴുവൻ സമതലമായി മാറും. എന്നാൽ ജെറുസലേം ബെഞ്ചമിൻ കവാടം മുതൽ പണ്ടത്തെ കവാടത്തിൻ്റെ സ്ഥാനത്ത് നിൽക്കുന്ന കോൺ കവാടം വരെയും ഖനാനേൽ ഗോപുരം മുതൽ രാജാവിൻ്റെ മുന്തിരി ചക്കുകൾ വരെയുമുള്ള സ്വസ്ഥാനത്ത് ഉയർന്നു നിൽക്കും. അവിടെ ആളുകൾ വസിക്കും. കാരണം ഇനിമേലത് ശാപഗ്രസ്തമായിരിക്കുകയില്ല. ജെറുസലേം സുരക്ഷിതമായി വസിക്കും. ജെറുസലേമിനോട് യുദ്ധം ചെയ്യുന്ന ജനതകളുടെ മേൽ കർത്താവ് അയക്കുന്ന മഹാമാരി ഇതാണ്. ജീവനോടിരിക്കുമ്പോൾ തന്നെ അവരുടെ ശരീരം ചീഞ്ഞു പോകും. അവരുടെ കൺതടത്തിലും നാവ് വായിലും അഴുകും. അന്ന് കർത്താവ് അവരെ സംഭ്രാന്തരാക്കും. അവർ പരസ്പരം പിടികൂടും. ഒരുവൻ മറ്റൊരുവൻ്റെ നേരെ കൈ ഉയർത്തും. യൂദാ പോലും ജെറുസലേമിനെതിരെ യുദ്ധം ചെയ്യും. ചുറ്റുമുള്ള സകല ജനതകളുടെയും സമ്പത്ത്, ധാരാളം വെള്ളിയും സ്വർണവും വസ്ത്രങ്ങളും ശേഖരിക്കപ്പെടും. അവരുടെ പാളയങ്ങളിലുള്ള കുതിര, കോവർകഴുത, ഒട്ടകം, കഴുത എന്നിവയുടെയും മറ്റു മൃഗങ്ങളുടെയും ഇതുപോലുള്ള ഒരു മഹാമാരി നിപതിക്കും. ജെറുസലേമിനെതിരെ വന്ന സർവ്വജനതകളിലും അവശേഷിക്കുന്നവർ സൈന്യങ്ങളുടെ കർത്താവായ രാജാവിനെ ആരാധിക്കാനും കൂടാരത്തിരുന്നാൾ ആചരിക്കാനും ആണ്ടുതോറും അവിടേക്ക് വരും. ഭൂമിയിലെ ഏതെങ്കിലും ഭവനം സൈന്യങ്ങളുടെ കർത്താവായ രാജാവിനെ ആരാധിക്കാൻ ജെറുസലേമിലേക്ക് വന്നില്ലെങ്കിൽ അവർക്ക് മഴ ലഭിക്കുകയില്ല. ഈജിപ്ത് ഭവനം ആരാധിക്കാൻ വന്നില്ലെങ്കിൽ കൂടാരത്തിരുന്നാൾ ആചരിക്കാൻ വരാത്ത ജനതകളുടെ മേൽ കർത്താവ് അയക്കുന്ന മഹാമാരി അവരുടെ മേലും വരും. ഇതാണ് ഈജിപ്തിനും കൂടാരത്തിരുന്നാൾ ആചരിക്കാൻ വരാത്ത ജനതകൾക്കും ലഭിക്കുന്ന ശിക്ഷ. അന്ന് കുതിരകളുടെ മണികളിൽ കർത്താവിന് വിശുദ്ധം എന്ന് എഴുതിയിരിക്കും. ദേവാലയത്തിലെ കലങ്ങൾ ബലിപീഠത്തിനും മുൻപിലുള്ള കലശങ്ങൾ പോലെ പവിത്രമായിരിക്കും. ജെറുസലേമിലും യൂദായിലുമുള്ള കലങ്ങളെല്ലാം സൈന്യങ്ങളുടെ കർത്താവിന് വിശുദ്ധമായിരിക്കും. തന്മൂലം ബലികൾ അർപ്പിക്കുന്നവർ വന്ന് അവ വാങ്ങി ബലി അർപ്പിച്ച മാംസം അവയിൽ പാകം ചെയ്യും. ഇനിമേൽ സൈന്യങ്ങളുടെ കർത്താവിൻ്റെ ആലയത്തിൽ ഒരു വ്യാപാരിയും ഉണ്ടായിരിക്കുകയില്ല. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ ഹിതം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴേണ്ടയാകരുത്, ദുഷ്ടാരൂപി ഞങ്ങളെ രക്ഷിക്കണമേ. ആമേൻ. കൃപ നിറഞ്ഞ മറിയമേ, നിനക്ക് സമാധാനം. കർത്താവ് നിന്നോടുകൂടെ സ്ത്രീകളിൽ നിന്ന് വാഴ്ത്തപ്പെട്ടവളാകുന്നു. നിന്റെ ദുർഫലമായി നമ്മുടെ കർത്താവ് ശംശ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. ശുദ്ധமான മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായി ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്ത് തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, അതിലെ പോലെ എപ്പോഴും നയിക്കും. ആമേൻ.